നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് മാംഗോ മെഡോസ് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കിലാണ് കേട്ടോ. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക കേട്ടോ. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വാഹനം പാർക്ക് ചെയ്ത് പുറത്തായിരുന്നു. ഇത് കണ്ടോ, വൈക്കം തഴ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല കരകൗശല വസ്തുക്കളും അതുപോലെ ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ഇവിടെ കാണാം നമുക്കത്. ഈ തഴ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ തഴ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് കയറി ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ബ്രീഫിംഗ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗൈഡിനെ വേണമെങ്കിലോ ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. നമ്മുടെ കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവർ പറഞ്ഞു തരും. ഇത് നമ്മളിവിടെ കയറി വരുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ആകർഷിക്കാനായിട്ട് ഇവിടെ ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മായാവി എന്ന് പറയുന്ന ഒരു കഥാപുസ്തകത്തിലെ ക്യാരക്ടേഴ്സിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ബസ്സുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു വലിയ ബസ്സായിട്ട് തോന്നാം, പക്ഷേ അത്ര വലിപ്പമില്ലാത്ത ചെറിയൊരു ബസ്സാണ്. അതിനെ ഈ രൂപത്തിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയാണെങ്കിൽ 350 രൂപയും ശനി ഞായർ ദിവസങ്ങളിലും ഹോളിഡേയ്സിലും 400 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. ഇതൊരു വലിയ എമൗണ്ട് ആണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഞെട്ടണ്ട. കാരണം ഈ ഒരു എമൗണ്ടിന് നമുക്കിവിടെയുള്ള ഒരുവിധം എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടതാണ് ചക്രം എന്ന് പറയുന്നത്. പഴയ കാലത്ത് കർഷകർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഈ ചക്രം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചവിട്ടാവുന്നതാണ്. കയറിയിരുന്നു കൊണ്ട് ഞാൻ ചവിട്ടുന്നത് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഏകദേശം 30 ഏക്കറോളമാണ് ഈ സ്ഥലം നീണ്ടു കിടക്കുന്നത്. നമുക്കിവിടെ ഈ ഗോകാർട്ട് യൂസ് ചെയ്യാം, സൈക്കിൾ യൂസ് ചെയ്യാം. എല്ലാം ടിക്കറ്റ് പ്രൈസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ കേരളത്തിൽ പഴയ കാലങ്ങളിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം ഒരുവിധം ഈ ഒരു പാർക്കിനകത്ത് പുനരാവിഷ്കരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, തൊഴുത്തിൽ ഒരുപാട് പശുക്കളുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഇവിടെ പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനകത്തുനിന്ന് ഈ പുല്ലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇവിടുത്തെ ഒരു പശുവിന് കൊടുക്കാൻ നോക്കുകയാണ്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം എന്തായാലും. കണ്ടോ, നമ്മൾ കൊടുത്തപ്പോൾ ആ പുല്ല് തിന്നുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ നമുക്ക് അവർക്ക് സമ്മാനിക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക വീടുകളിലൊന്നും തൊഴുത്ത് എന്ന് പറയുന്ന സംവിധാനമൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു പശുക്കളെ വളർത്തിയിരുന്നത്, പാലെടുത്തിരുന്നത് എന്നൊക്കെ നമുക്ക് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഈ തൊട്ടിപ്പുറത്തായിട്ട് ഒരുപാട് പശു കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത് പോകാം, അവരെ തൊടാം, കളിപ്പിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഉപദ്രവമോ ഉണ്ടാവാൻ പാടില്ല. കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് പക്ഷിമൃഗാദികള്, നായ്ക്കളിൽ പല ഐറ്റംസ് ഉണ്ട്. നല്ല ഭീകരന്മാരുണ്ട്. കണ്ടില്ലേ, ഇതാണ് പോമറേനിയൻ എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടി. അതുപോലെ ഒരുപാട് നായ്ക്കൾ, വിവിധ ഇനം നായ്ക്കളുണ്ട്. എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും വന്നു കഴിഞ്ഞാൽ. ഇപ്പം എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല, നിങ്ങളിവിടെ വന്ന് തന്നെ കാണണം. ഒരുപാട് പക്ഷിമൃഗാദികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കോഴികളുണ്ട്, താറാവുകളുണ്ട്. എല്ലാം നിങ്ങൾ നേരിട്ട് വന്ന് കാണും. ഇവിടെ ഒരു എക്സ്ട്രാ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് മൺചട്ടി നിർമ്മാണം എന്ന് പറയുന്നത്. നമ്മുടെ പേരൊക്കെ എഴുത്തരും ഇതിനകത്ത്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രാവൽ സ്റ്റോറി ഫുഡ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങൾ തൊട്ടപ്പുറത്തായിട്ട് കുട്ടനിർമ്മാണം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിനിപ്പുറത്തായിട്ട് തഴപ്പായ നിർമ്മാണം എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും വന്നു കഴിഞ്ഞാൽ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കവിതയും പാട്ടും എല്ലാം കേൾക്കാം. ഇത് ചെറിയ ചെറിയ പ്രോഗ്രാം നടത്തുന്ന ഒരു സ്റ്റേജ് പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇവിടെ വെള്ളമുണ്ട് താഴെ. അതിന് മുകളിൽ കമ്പി ഇട്ടുകൊണ്ട് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കെല്ലാം ഇവിടെ ഇരുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് കേട്ടോ. 400 രൂപ ടിക്കറ്റ് പ്രൈസിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ളൊരു മത്സ്യകന്യകയുടെ പ്രതിമയൊക്കെ അവിടെ കാണാം. അപ്പോൾ ഈ ടിക്കറ്റ് പ്രൈസിനകത്ത് വരുന്ന അടുത്തൊരു ഫെസിലിറ്റി കൂടെ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. നമുക്ക് പെഡൽ ബോട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പെഡൽ ബോട്ടിലേക്ക് പോകാം നമുക്കിനി. 2 പേർക്ക് കയറാവുന്ന ഒരു പെഡൽ ബോട്ടാണിത്. നമ്മൾ ഈ വെള്ളത്തിനകത്ത് കൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ വെള്ളത്തിനകത്ത് താഴെയായിട്ട് ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. നല്ല കോഴിക്കാർപ്പുകളും അതുപോലെ തന്നെ കരിമീനും എല്ലാം ഉണ്ട്. മുകളിലൊരു കമ്പിക്കൂട് കാണുന്നില്ലേ, നമുക്ക് അവിടെ കയറിയെന്നുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ വന്നിട്ട് അത് തിന്നുന്ന കാണാം. തീറ്റ നമ്മൾ വേറെ മേടിക്കണം കേട്ടോ എൻട്രൻസിൽ നിന്ന്. ഈ പെഡൽ ബോട്ട് എടുത്ത് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് നേരെ ഇനി കുട്ടവഞ്ചിയിലേക്ക് പോവാം. ശരിക്കും കുട്ടവഞ്ചി യാത്രയൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചേട്ടൻ ഇരുന്നിട്ട് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അതിന് ഇവിടുത്തെ ആളാണോ ഇനി പുറമേ നിന്ന് ആരെങ്കിലും വന്നിരുന്ന് ചെയ്യുന്നതാണോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട്
ഇവിടുത്തെ ഒരു മത്സ്യക്കുളം കണ്ടില്ലേ, എത്ര കോഴിക്കാർപ്പുകളാണ് അതിനകത്ത് നോക്കൂ. ശരിക്കും അത് ഇന്ത്യൻ കാർപ്പുകളാണ് കേട്ടോ. ഇന്ത്യൻ കാർപ്പുകൾ അവർക്കങ്ങനെ വെള്ളം അത്ര വലിയ വൃത്തി വേണമെന്നൊന്നുമില്ല. ജപ്പാനീസ് ഒറിജിനൽ കോഴിക്കാർപ്പാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കണം വെള്ളം. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ശിവഭഗവാന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മളിങ്ങനെ നടന്ന് എത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കല്ലുകളാണെന്ന് തോന്നുന്നു. നമുക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നടക്കാം. നടന്നിങ്ങനെ എത്തുമ്പോഴേ ശിവൻ്റെ പ്രതിമ നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള അലങ്കാര മത്സ്യങ്ങളാണ് ഈ കുളത്തിലുള്ളത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കൃത്രിമമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും. ഒരു 2-3 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ ഇതുപോലെ ചെറിയൊരു കുളം ഉണ്ടാക്കിയിരുന്നു. ഈ മാംഗോ മെഡോസിൽ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിച്ചത്. ഇതിൽ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് എനിക്ക് അവസാന ഘട്ടത്തിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് 400 രൂപയ്ക്ക് ശരിക്കും വന്നാൽ ഇവിടെ ഒരുപാട് ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഗൂഗിളിൽ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ എല്ലാം മനസ്സിലാവുന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.